അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് സുന്നി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കാൻ പോകേണ്ടത് ഒന്ന് മുഹറം 10 ആശൂറ നാളിന്റെ നോമ്പിനെ സംബന്ധിച്ച്. രണ്ടാമത്തെ വിഷയം അണ്ട് പെണ്ണെ മക്കൾക്ക് ആഹാരത്തിൽ വിശാലത ചെയ്തു കൊടുത്തെങ്കിൽ എന്തൊരു നേട്ടമുണ്ട് എന്നുള്ളത്. മൂന്നാമത്തത് മിസ്രിലെ വലിയൊരു ബിസിനസ്സുകാരനായ അദിയത്ത് ഇബ്നു ഖലഫ് മുഹറം 10 സദഖ കൊടുത്തതിനാൽ അയാളുണ്ടായ നേട്ടങ്ങൾ. ഈ മൂന്ന് വിഷയങ്ങളായിട്ട് ഈ ക്ലാസ്സിലൂടെ വിവരിക്കപ്പെട്ടത്. ഒന്നാമതായി മുഹറം 10 നോമ്പ്, ആശൂറ നാളിലെ നോമ്പ് ചൊല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ സംബന്ധിച്ച് ചൊല്ല് നബി തങ്ങളുടെ കേട്ടത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി യൗമി ആശൂറ, ആശൂറ നാളിലെ നോമ്പിനെ കുറിച്ച് കേട്ടത്. അപ്പോ ഫഖാല യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷത്തെ മായ്ച്ചു കളയുകയും. അപ്പൊ മുഹറം 10 നോമ്പ് ഒരു വർഷത്തെ ദോഷത്തെ മായ്ച്ചു കളയുന്നത്ര പവർഫുള്ളായ നോമ്പായിട്ടിരിക്കുന്നത്. ജൂതന്മാർ നോമ്പ് പിടിച്ചുകൊണ്ടിരുന്നാണ് മുഹറം 10. അതിനെ സംബന്ധിച്ച് അവരുടെ കേട്ടേക്കാണ് ചോദിച്ചത്, അല്ലാഹു തആല മൂസാ നബിയെയും ബനൂ ഇസ്രായേലിനെയും ഫിർഔനയുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം 12. അതുകൊണ്ട് അതൊക്കെ ശുക്രായിട്ട് നന്ദിയായിട്ട് ഞങ്ങൾ നോമ്പ് പിടിക്കുക എന്നുള്ളത്. അപ്പൊ മുഹറം 12 അങ്ങനെ നോമ്പ് പിടിച്ചിരുന്നത്. മക്കത്തെ ഖുറൈശികളും മുഹറം 12 നോമ്പ് പിടിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഹറം 10 നോമ്പ് പിടിച്ചുകൊണ്ടിരുന്നത്. റമളാന്റെ നോമ്പ് ഫർദാക്കിയാൽ പിന്നെ റമളാന്റെ നോമ്പ് ഫർദാക്കുകയും അതുപോലെ മുഹറം 10 നോമ്പ് ഇഷ്ടമുള്ളത് പിടിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു. മുഹറം 10 നോമ്പ് ഇഷ്ടമുള്ളത് പിടിക്കുക, അത് സുന്നത്ത്, അത് നിർബന്ധമല്ല എന്ന്. അപ്പൊ മുഹറം 10 നോമ്പ് അത് വളരെ പുണ്യമുള്ളതും വളരെ ശ്രേഷ്ഠതയുള്ളതും ബഹുമാനമുള്ളതും. അപ്പോ അല്ലാഹു തആല മുഹറം 10 ഒരുപാട് വിജയങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തരാം. ഒരുപാട് അമ്പിയാക്കന്മാരെ അല്ലാഹു രക്ഷപ്പെടുത്തരാം. ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹ് കിട്ടിയ നാളായിരിക്കും മുഹറം 10 നോമ്പ്. അപ്പൊ അതിലെ ശ്രേഷ്ഠത കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷത്തെ തന്നെ മായ്ച്ചു കളയിടുക എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്. മാത്രമല്ല മുഹറം 10 അണ്ടത്തിനാൽ മൃഗങ്ങൾ വരെ മറ്റുള്ള ജീവജാലങ്ങൾ വരെ അണ്ടത്തിനാൽ അള്ളാഹു ശുക്ർ ചെയ്ത് നന്ദി ചെയ്ത് എന്നുള്ളത്. അതായത് അണ്ടത്തിനാല് പ്രത്യേകം ബഹുമാനിക്കുക. ചില മഹാന്മാരൊക്കെ ചൊന്നതായിട്ട് കാണാം. അണ്ടത്തിനാൽ ഈ മൃഗങ്ങൾ വരെ അള്ളാഹു നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. അതായത് കാടുള്ള മൃഗങ്ങൾ, അപ്പോ അത് പിന്നെ ചെറിയ ജീവികൾ എറുമ്പ് വരെ നോമ്പനുഷ്ഠിക്കുക. അപ്പൊ അതൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അതിൽ നിന്ന് ഉദ്ദേശിച്ച രീതിയിലും ആവാം. അപ്പൊ അണ്ടത്തിനാണ് ഈ മുഹറം 10 എന്നുള്ളത് മൃഗങ്ങൾ വരെ അതിനെ ആദരിക്കരുത്, ബഹുമാനിക്കരുത് എന്നായിട്ടിട്ട് ഈ മഹാന്മാർ ചൊന്നതിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പോ ആശൂറ നാളിന്റെ നോമ്പ് വളരെ മഹത്വമുള്ളത്, വളരെ ബഹുമാനമുള്ളത് എന്ന്. മുഹറം ഒലിമ്പോകും നോമ്പ് പിടിക്കോ സുന്നത്തുണ്ട്. മുഹറമ്മയുടെ ഒലിമ്പോ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാർ 10 പിടിക്കും, അങ്ങ് 10 മാത്രം പിടിക്കലേ. അപ്പം അങ്ങനെ പോലെ ഞങ്ങൾ അവിടുന്ന് വേണ്ട 10 കൂടി പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ഒരു വർഷം മുന്നലായിട്ട് ആ സംഭവം ചൊല്ലുന്നു. പണ്ട് വർഷം ഞങ്ങൾക്ക് ഇന്നെങ്കിൽ പിടിക്കണമെന്ന്. അപ്പോൾ പിന്നത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയാത്തിലില്ലാന്ന്. അതുകൊണ്ട് മുഹറം ഒലിമ്പവും കൂടി നോമ്പിടിക്കൽ സുന്നത്തായിട്ടിക്കട്. ഇനി പണ്ഡിതന്മാർ വിവരിച്ചതായിട്ട് കാണാം, ഏറ്റവും നല്ലത് ഒലിമ്പോ 10 പോണെന്ന് നോമ്പ് പിടിക്കാം. ഇനി രണ്ടാമത്തെ സ്ഥാനം ഒലിമ്പവും 10 കൂടി പിടിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ 10 പിടിച്ച ഒലിമ്പോടെ എന്തോ കാരണം കൊണ്ട് പിടിക്കാനില്ല, എന്നാൽ പോണെന്ന് 2 പിടിക്കാം, 10 പോണെന്ന്. എന്നാൽ അതും തീരില്ലെങ്കിൽ 10-2 ഇത് ലാസ്റ്റ് സ്ഥാനം. അപ്പോൾ ഇങ്ങനെ ആയിട്ടിക്കട് മുഹറം ഒലിമ്പവും 10 കൂടി പിടിക്കുക എന്നുള്ളത്. അത് തീരില്ലെങ്കിൽ 10 പോണെന്നും. ഇനി 3 കൂടി പിടിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെ. രണ്ടാമത് ഞാൻ ചൊന്നത് മുഹറം 10 പെണ്ണെ മക്കൾക്ക് വിശാലത ചെയ്തു കൊടുത്തെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഹദീസായിട്ട് ഇമാം തബറാനിയും ബൈഹഖി റളിയല്ലാഹു അൻഹു അബൂ സഈദിനെ തൊട്ട് റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ്. മൻ വസ്സല യാലി യൗമ ആശുറ വസ്സല്ലാഹു അലൈഹി ഫീ സനതിഹി കുല്ലിഹാ. മുഹറം 10 പെണ്ണെ മക്കൾക്ക് വിശാലത ചെയ്തു കൊടുത്തെങ്കിൽ ആ വർഷയിൽ അല്ലാഹു തആല അവർക്ക് വിശാലത ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ അണ്ടത്തിനാല് പെണ്ണെ മക്കൾ നല്ല ഗമ്മത്താക്കി മക്കളെല്ലാം സന്തോഷിപ്പിക്കുക പോലെ
പെഞ്ഞൈമക്ക് റാഹത്താവും പോലെ ആഹാരത്തെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷം ഇനി അള്ളാഹു താല അവനക്ക് വിശാലത ചെയ്തു കൊടുക്കുക. അപ്പം മുഹറം 12 നോമ്പ് പിടിക്கிறாங்க, നോമ്പ് പിടിച്ചിരിക്കുന്നത് നോമ്പ് പിടിക്കാത്ത മക്കൾ ചെറിയ മക്ക അങ്ങനത്തെ റിസ്കിൽ വിശാലതയോട് കൊടുക്കുക, നോമ്പ് തറക്കവും നല്ല ഗമ്മത്താക്കി കൊടുക്കുക, ഇസ്രാഫ് ചെയ്യുന്നതല്ല ചൊല്ലുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്തോഷമുള്ള രീതിയിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത് ചെയ്തു കൊടുത്തെങ്കിൽ ആ വർഷം ഇനി അവർക്ക് എന്താക്കുന്നത് അള്ളാഹു താല വിശാലത ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഇനി ഇതിനെ സംബന്ധിച്ച് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ജറബനൽ അമല ബിഹാദൽ ഹദീസ്. ഈ ഹദീസ് ഉണ്ടല്ലേ, മുഹറം 12 വിശാലത ചെയ്തു കൊടുത്തെങ്കിൽ അള്ളാഹു വർഷടി വിശാലത ചെയ്തു കൊടുക്കുന്ന റിസ്ക് ഒന്നും കുറഞ്ഞാക്കില്ല എന്നുള്ളത്. ഇതിനെ നോക്കിയ 50 സനത്തിന് 50 വർഷം അല്ലെങ്കിൽ 60 സന പോവച്ചതിനാവുന്നത് 50 വർഷമായിട്ട് 60 വർഷമായിട്ട് മുഹറം 12 ഞങ്ങൾ വിശാലത ചെയ്തു കൊടുക്കുക. ഞങ്ങൾ ആ വർഷടി ഒന്നും റിസ്ക് കുറക്കപ്പെട്ടില്ല, ഞങ്ങൾ അല്ലാഹു തആല വിശാലത ചെയ്തു തന്ന എന്ന് ഞങ്ങൾക്ക് അനുഭവമുണ്ട് എന്നായിട്ട് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. അപ്പൊ അണ്ടെന്താ പിന്നെ മക്കൾ വിശാലത ചെയ്തു കൊടുക്കുക. മൂന്നാമത്തെ കാര്യം ഞാൻ ചൊല്ലത് അത്തിയത്ത് ഇബ്നു ഖലഫ് എന്ന മഹാനവറുകളെ സംബന്ധിച്ചിട്ട്. അത്തിയത്ത് ഇബ്നു ഖലഫ് എന്നാൽ അയാൾ ഭയങ്കര സ്വത്തുകാരനായിട്ട് അവസാനം ബിസിനസ്സുകാരനായിട്ട് എല്ലാം പൊലിഞ്ഞിട്ട് ഫക്കീറായിട്ട് എന്തുമില്ല, ഔറത്ത് മറപ്പ് വിട്ട് ആ വസ്ത്രമല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ മുഹറം 12 സുബഹി നിസ്കരിച്ച് ജാമി അംർ ഇബ്നുൽ ആസി എന്ന പേരിൽ ഒരു പള്ളിയാണ് മിസ്രിൽ. അവിടെ പോയിട്ട് അവിടെ അണ്ടത്തിനാൽ എന്താക്കുന്നു എല്ലാ പെണ്ണുങ്ങളും പണ്ടാണ് പള്ളിയിൽ ദ്വാരക്ക് പേരായിട്ട് അവിടുത്തെ ദ്വാരക്ക് പേരായിട്ട് പണ്ടത്. അപ്പൊ ബാക്കി നാൾ പണ്ട് അത് ദ്വാരക്ക് പേരായി. അങ്ങനെ കൂട്ടത്തിൽ ഇയാൾ എന്താക്കിയിട്ട് എല്ലാ ആൾമാരും കണ്ട് ഒരുമിച്ച് കൂട്ടുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ദ്വാരക്ക് പേരായിട്ട്. അപ്പൊ അണ്ടത്തിനാല് ഈ അത്തിയത്തെ പോലെ ഫലപ്പ് പറഞ്ഞത്. പക്ഷേ ഈ പെണ്ണുങ്ങളെല്ലാം ഒരു സൈഡിലുള്ളത് ഇയാളൊക്കെ ദൂരം പോയിട്ട് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോയിട്ട് ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് മക്കളുണ്ടായാലും ഒരു പെണ്ണുങ്ങൾ വന്നത്, ആ പെണ്ണുങ്ങളൊക്കെ മക്കൾ വന്നിട്ട് ചെന്നത് അള്ളാഹുടെ മുന്നിർത്തിട്ട് നിങ്ങളുടെ കേൾക്കുക, നിങ്ങൾ തരണം, നന്റെ കഷ്ടത്തിൽ നിങ്ങൾ പരിഹരിക്കണം, നന്റെ ഈ പിഞ്ചു മക്കൾക്ക് എന്താക്കണം, എന്തെങ്കിലും വയറു നോക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഈ മക്കളെ അമ്മ മരിച്ച് ഞാനാണെങ്കിലും വലിയ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ്, പിന്നെ വല അരിഫ് ആദൻ അക്സിദു ആരെങ്കിലും സഹായിക്കാൻ നിനക്കാരും പരിചയമില്ല. ഇന്നത്തെ നാൾ ഞാൻ വന്നത് നിവൃത്തിയില്ലാൻ നന്റെ മുഖം കാട്ടിയിട്ട് ഒരാളുടെ എനിക്ക് കൈ കാട്ടേണ്ട ആവശ്യം ഞാൻ ഇത്രത്തോളം വന്നിട്ടില്ല. ഇന്റെ നിവൃത്തിയില്ലാണ്ട് ഞാൻ അതാ വന്നേ. വലൈസലി ആദത്തും വിദാലിക, നക്ക് ഇങ്ങനത്തെ ഒരു ആദത്തില്ല അയമച്ചത്. അപ്പൊ ഈ അദ്യത്തമ്മ ഖലഫാണെങ്കിലും എന്തും ഇല്ല, എല്ലാം അളക്കെ പൊഞ്ഞു പോയിട്ട് എന്തൊരു സ്വത്തും ഇല്ല. അപ്പൊ അയാളെ ചെന്ന് അയാളുടെ ശരീരത്തിൽ ചൊല്ലി, റബ്ബേ എന്തിനു കൊടുക്കുകയും പെണ്ണുങ്ങൾ നന്റെ കയ്യിലാണെങ്കിൽ എന്തൊരു സ്വത്തില്ല, ഞാനിവിടെ മടക്കി അയച്ചെങ്കിലോ നബിത്തമ്മൽ എതിർള്ള ആശ്രമത്തിൽ വെച്ചിട്ട് ഞാൻ എന്ത് ഉത്തരം ചൊല്ലുക. അപ്പൊ അയിമരട്ടി ചെന്ന് കണ്ടിട്ടില്ല ബറുവ ചെന്ന് ഔത്തൂർ വെച്ചവയ ഞാൻ ഔത്തൂർക്ക് പോയിട്ട് പല വസ്ത്രം ധരിച്ചിട്ട് ഈ ഇന്ന വസ്ത്രം മാറ്റിട്ട് അയിമത് കൊടുത്തേ. ബായിലെ പറത്തിനെ പാടിയിട്ട് ബായിലെ ഇടയിലൂടെ കൂടെ ഈ വസ്ത്രം പത്ത് കൊടുത്തു. അപ്പൊ അയിമ ചെന്നത് അയിമത് കാരണം എന്റെ അറ്റത്തെ കാലത്തിലല്ല, പല കാലത്ത് ഇപ്പനങ്ങാറും പല വസ്ത്രം കൊടുത്തും വേണ്ട, ഇട്ടതാർന്നും വേണ്ട. ഒരു 10, 20, 30 50 വർഷത്തിൽ മുന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യർ ഒരു ചട്ടപ്പിടിഞ്ഞ് ചിലപ്പോൾ അത് കൊടുത്തതിന് കഴിയുമ്പോൾ കിട്ടിയ പൈസക്ക് എടുത്തുള്ള ആളിരുന്നു. അപ്പൊ അതെല്ലാം അണ്ടത്തെ കാലത്തോട് അങ്ങനത്തതൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു എളുപ്പമായിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ പോലെ പൈസ കലിക്കുന്ന കാലത്തുള്ളത്. അപ്പൊ ആ പെണ്ണിന്റെ സ്വർഗത്തെ വസ്ത്രം നിങ്ങൾക്ക് അല്ലാഹു ധരിപ്പിക്കണം. ഇനി നിങ്ങളെ ആയുസ് കാലത്ത് ഒരാളെ പോലെ കൈകാട്ടിട്ട് കേൾക്കുന്ന അവസ്ഥ നിങ്ങൾക്കുള്ള ഭർത്താട്ടിക്കണം. അയിമ ദ്വാരത്തെ കൊണ്ട് യാതൊരു സന്തോഷത്ത് ബായിലിട്ടിട്ട് ഔത്രക്ക് കൂടി അള്ളാഹു ദിക്ർ ചെന്ന് ജാവ് വരെ ദിക്ർ ചെന്നു. അങ്ങനെ ജാവാകുമ്പോൾ വറങ്ങി നമുക്ക് കിടന്നപ്പോൾ
ഇയാൾ സ്വപ്നത്തോടുകൂടി പൂർലിംഗരായ പെണ്ണുങ്ങളെ കാണും. പൂർലിംഗരെ കണ്ടു. അത്ര ഭംഗിയുള്ള ഒരു പെണ്ണ്. ആ പെണ്ണിന്റെ കയ്യിൽ പൂർലിംഗൽപ്പെട്ട ഒരു പെണ്ണ്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു ആപ്പിളുണ്ട്. അത് ആകാശഭൂമി നിറയിടത്തര ഇടീക്ക കമ്മന പെണ്ണായിരുന്നു. ആ ആപ്പിൾ എടുത്തിട്ട് അതിൽ പൊളിച്ചിട്ടാ പെണ്ണി അതിർപ്പുതാക്കി. അതിൽ നിന്ന് സ്വർഗത്തെ വസ്ത്രം ഒരു വസ്ത്രം അത് എന്തുകൊണ്ടക്ക് ഇങ്ങനത്തത് ഇത്ര ഉണ്ടെന്ന് ചൊല്ലതാവില്ല. അത്രക്കും ഭംഗിയുള്ള വസ്ത്രം. ആ വസ്ത്രത്തെ അയിമ ആ പെണ്ണ് സൂര്യലിംഗൽപ്പെട്ട സ്വർഗത്തെ പെണ്ണ് ഇയാൾക്ക് ഇടുപ്പാട്ടിത്ത് ഇയാളെ മടിയിൽ വെച്ച് ഇതൊക്കെ കിനാവായിട്ട് മടിയിൽ വെച്ച് അപ്പൊ കേടുത്ത് ഇയാൾ നീനാണ്. അപ്പൊ ചെന്ന് അന ആഷൂറ സൗജത്തുക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളെ ഭാര്യയായിട്ട് കൊണ്ട് ആഷൂറാനാണ് ചെന്ന് കാലം അഭിമാനിച്ചു. ഈ ഒരു ഭാഗ്യനക്ക് എന്ത് കിട്ടിയെന്ന് ഞാൻ കേട്ട്. അപ്പൊ ചെന്ന് ആ ഊരിലിംഗൽപ്പെട്ട പെണ്ണ് ചൊല്ലി ബിദഅവതി തിൽക്കൽ മസ്കീനത്തിൽ അർമിലത്തി വല്ലൈതാം അല്ലദീന അഹ്സൻത ഇലൈഹിം ബിൽ അംസ്. ഇന്നലെ ആ മാപ്പിളില്ലാത്ത പെണ്ണുങ്ങ മക്കളെ വിളിച്ചോണ്ട് വന്നപ്പോൾ അയ്യമ്മ ആ മക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്തത് അതിന് കാരണം കൊണ്ടായിട്ടില്ല. ആ പെണ്ണുങ്ങളെ ദുആ കൊണ്ടായിട്ടില്ല എനിക്കിത് കിട്ടിയത്. ഇതൊക്കെ വർക്കലായിട്ടില്ല ഇയാൾക്കിനാവുന്നുണ്ട്. പെട്ടെന്ന് ശ്രദ്ധ ഇയാൾക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ചുവന്നത്തിൽ കാലത്തേക്കത് സന്തോഷം. അപ്പൊ മാത്രല്ല ഈ കമ്മന ഇടീ റൂം വന്നുണ്ട്. വർക്കല് അനുഭവിച്ച ആ കമ്മന ഇപ്പൊ ഇടീക്ക റൂമിൽ കമ്മന വന്നു. ഇയാൾ എടുത്ത് നിസ്കരിച്ച് 2 റക്അത്ത് അല്ലാഹു ശുക്രായിട്ട് നിസ്കരിച്ച് ആകാശത്ത് കൈവരുത്തി ചെന്ന് പടച്ചവനെ എൻ്റെ ഈ കിനാവ് ഹക്ക് ഉണ്ടെങ്കിൽ ഈ ഊർലിംഗൽപ്പെട്ട ഈ പെണ്ണിനക്ക് ഭാര്യയായിട്ട് സ്വർഗത്തിൽ പണ്ടേ ചെന്നനെ പടച്ചവനെ ഇതിനക്ക് ദുനിയാവ് കണ്ട നക്ക് പറയണം, നക്ക് സ്വർഗത്തെ എത്തണം. അയാളെ മലക്കത്തീറോട് കൂടെ അയാൾ സ്വർഗത്തെത്തി. അതിന് റൂഹ് അല്ലാഹു തആല തിരിച്ചാണ്. അപ്പോൾ അദിയത്ത് ഖലഫി എന്ന ആ വലിയ ബിസിനസ്സുകാരൻ അയാള് ഫക്കീറായി എന്തുമില്ലാണ്ട് നിൽക്കുമ്പോൾ അതും ജനങ്ങളിൽ നിന്ന് ദൂരായിട്ട് അയാൾ മുഹറം 12 ദ്വാരക്ക് പേനായി നിന്നപ്പം ഒരു പെണ്ണുങ്ങ വന്ന് കേട്ടിട്ട് അവൻ കൊടുത്തൊരു സദക്ക. ആ സദക്കയുടെ കാരണം കൊണ്ട് നിങ്ങൾ നോക്കണം, ഇത് മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇർഷാദുൽ ഇബാദിൽ വിവരിച്ചൊരു സംഭവം കൂടിയായിരിക്കുന്നത്. അപ്പൊ മഹാന്മാർ വിവരിച്ചൊരു സംഭവമായിരിക്കും. മുഹറം 12 ഞങ്ങൾ എന്താക്കുക, നോമ്പ് പിടിക്കുക, ദിക്ർ ദുആ അധികരിപ്പിക്കുക, പിന്നെ മക്കൾക്ക് വിശാലത ചെയ്തു കൊടുക്കുക, പാവത്തങ്ങളെ സഹായിക്കുക, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദ്വാരക്കുക, ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്തായിട്ട് മുഹറമിൽ അങ്ങ് ചെയ്യണം. അല്ലാണ്ട് പ്രത്യേകിച്ച് മുഹറമിലൊന്നും ഒരു ഇബാദത്തുണ്ടോ ഒരു നിസ്കാരമുണ്ടോ അങ്ങനെയല്ല. ഈ മുഹറം 10 മറ്റുള്ള നാൾ ചെയ്ത ഇബാദത്തുകളെ തന്നെ അധികരിപ്പിക്കുക. ദിക്ർ, സലാത്ത്, ദുആ, നിസ്കാരം, അതുപോലെ അതായത് മറ്റുള്ള നാൾ നിങ്ങൾ ചെയ്തത് തന്നെ എന്താക്കുക, അധികരിപ്പിക്കുക. ദിക്ർ ചൊല്ലുക, ദുആ ഇറക്കുക, സദഖ ചെയ്യുക. ഇതൊക്കെ മറ്റു നാൾ നിങ്ങൾ ചെയ്തത് തന്നെ. അങ്ങനെ ആയിട്ട് മുഹറം 10 ബഹുമാനിക്കേണ്ടത്. അപ്പോൾ മുഹറം 10 വളരെ പുണ്യമുള്ള ശ്രേഷ്ഠമുള്ള ഒരുപാട് ഉമ്മത്തുകൾ ഞങ്ങളാണ്ട് ഞങ്ങളെ ഉന്നത സമുദായങ്ങൾ വരെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുവന്നതിനുള്ള നാളായിട്ട് മുഹറം 10. കാതോടത്ത് എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. നമുക്ക് അവൻ്റെ കാലത്തിലായി അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. എല്ലാ ഖൈറും അല്ലാഹു നമുക്ക് ചൊരിച്ച് തരട്ടെ. അല്ലാഹു സജ്ജനങ്ങളിൽ ഞങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.